ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ ഗവൺമെന്റ് എംപ്ലോയിയുടെ ഒരു അൺഫർണിഷ്ഡ് അല്ലെങ്കിൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ പെർക്വിസൈറ്റ്സിന്റെ വാല്യൂ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്ന് പഠിച്ചു. നോക്കാം, ഇനി ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അല്ലെ, അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയി, അതായത് ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ RBIയിലുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റീസ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, പ്രൈവറ്റ് കമ്പനീസ്, പാർട്ണർഷിപ്പ് ഫേംസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവയിലുള്ള എംപ്ലോയീസിനെ നമുക്ക് എന്ത് വിളിക്കാം? അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് വിളിക്കാം. അപ്പോ ഇത്തരത്തിലുള്ള അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയീസിനാണ് ഇതുപോലെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കിട്ടുന്നത് എങ്കിൽ അത് ഒരു ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസൈറ്റ് ആണ് എന്ന് നമുക്കറിയാം. അതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ അതിനു മുന്നേ ഈ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് നൽകുന്നത് റെന്റ് ഫ്രീ ആയിട്ടാണോ അല്ലെങ്കിൽ കൺസെഷണൽ റേറ്റിലാണോ, അതുപോലെ ഈ എംപ്ലോയർ ഇങ്ങനെ ഈ അക്കോമഡേഷൻ കൊടുക്കുന്നത് സ്വന്തം ഓണർഷിപ്പിലുള്ള അക്കോമഡേഷൻ ആണോ, അതല്ലെങ്കിൽ ഈ എംപ്ലോയർ വാടകയ്ക്ക് എടുത്ത അക്കോമഡേഷൻ ആണോ ഈ എംപ്ലോയർക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോ ഒരു എംപ്ലോയർ അയാളുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്നത് എങ്കിൽ അതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓക്കെ, അപ്പൊ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാന്. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒരു അൺഫർണിഷ്ഡ് ആയിട്ടുള്ള റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുകയാണ്. അപ്പൊ ആ ഒരു അക്കോമഡേഷൻ സ്വന്തം ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയാണ്, എംപ്ലോയറുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? എംപ്ലോയിക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് നൽകുന്നത്. ഇപ്പൊ ഒരു അൺഫർണിഷ്ഡ് ആയിട്ടുള്ള റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണെങ്കിൽ, അതും ആ എംപ്ലോയറുടെ ഓണർഷിപ്പിലുള്ള റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് സിറ്റിയിലാണ് ഇയാൾക്ക് ഈ ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത് എന്നതിന്റെ ബേസിലാണ്. ഓക്കെ, അതായത് ഒരു ബിലോ 10 lakh പോപ്പുലേഷനിലുള്ള ഒരു സിറ്റിയിലാണ് ഈ എംപ്ലോയിക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ, സ്വന്തം ഓണർഷിപ്പിലുള്ള റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുത്തിട്ടുള്ളത് എങ്കിൽ അപ്പോ അതിന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പൊ അവിടെ നോക്കുക, ഈ ഒരു റെന്റ് ഫ്രീ അക്കോമഡേഷൻ 1/9/2023 മുന്നേ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതും പോപ്പുലേഷൻ 10 lakhന് താഴെയാണെങ്കിൽ ആ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 7.5% ഓഫ് സാലറി ആണ്. അതായത് എംപ്ലോയിയുടെ സാലറിയുടെ 7.5% ഈ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ. ഇനി ഈ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആഫ്റ്റർ 1/9/2023 അതായത് 1/9/2023 ശേഷമാണെങ്കിൽ അതിന്റെ വാല്യൂ 5% ഓഫ് ദി സാലറി, എംപ്ലോയിയുടെ സാലറിയുടെ 5% ആയി. അതാണ് നമ്മൾ വാല്യൂ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ടത്. ദെൻ ഇനി ഈ എംപ്ലോയിക്ക് കൊടുക്കുന്ന റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഫെസിലിറ്റി ഒരു 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള ഒരു അല്ലെങ്കിൽ 10 ലക്ഷം മുതൽ 15 ലക്ഷം പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റിയിലാണെങ്കിൽ അപ്പോൾ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10% ഓഫ് സാലറി, എംപ്ലോയിയുടെ സാലറിയുടെ 10% ആണ് കൊടുക്കേണ്ടത്. ദെൻ അത് ബിഫോർ 1/9/2023 ആണെങ്കിൽ, ഇനി ആഫ്റ്റർ 1/9/2023 ആണെങ്കിൽ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5% ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ പറയാം, ഇനി ഒരു പോപ്പുലേഷൻ 15 ലക്ഷം മുതൽ 40 ലക്ഷം വരെയുള്ള 40 ലക്ഷം പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റിയിലാണെങ്കിൽ, 15 to 40 ലക്ഷം വരെയുള്ള ഒരു പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റിയിലാണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഈ ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ വാല്യൂ 10%. ഓക്കെ, അപ്പൊ ഇവിടെ അത്ര മനസ്സിലാക്കി വെക്കുക. ബിലോ 10 lakh ആണ് എന്നുണ്ടെങ്കിൽ, ബിഫോർ 1/9/2023 ആണെന്നുണ്ടെങ്കിൽ 7.5%, then 10
10 ലാക്ക് മുതൽ 25 ലാക്ക് വരെയാണെങ്കിൽ അല്ലെ, 10 ലാക്ക് മുതൽ 25 ലാക്ക് വരെയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ്, അതായത് സാലറിയുടെ 10% ആണ് കൊടുക്കേണ്ടത്. ദെൻ ഓക്കെ, 10 ലാക്ക് മുതൽ 25 ലാക്ക് വരെ 10% അല്ലെ. അതേപോലെ നമുക്ക് ഇങ്ങനെ പറയാം, 10 ലാക്ക് മുതൽ 40 ലാക്ക് പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റിയിലാണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നത് എങ്കിൽ അത് എംപ്ലോയിയുടെ സാലറിയുടെ 10% ആണ് എടുക്കേണ്ടത്. 10 ലാക്ക് മുതൽ 40 ലാക്ക് വരെയുള്ള ഒരു പോപ്പുലേഷൻ ഉള്ള സിറ്റിയിലാണ് ഈ എംപ്ലോയിക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നതെങ്കിൽ എംപ്ലോയിയുടെ സാലറിയുടെ 10% ആണ് എടുക്കേണ്ടത്. ദെൻ ഇനി എബോവ് 40 ലാക്ക് ആണെങ്കിൽ, 40 ലക്ഷം മുകളിൽ പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റിയിലാണ് ഈ എംപ്ലോയിക്ക് ഇതുപോലെ ഈ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നത് എങ്കിൽ അതിന്റെ വാല്യൂ എത്ര പെർസെന്റേജ് ആണ്? എംപ്ലോയിയുടെ സാലറിയുടെ 15% ആണ്. ഓക്കെ, അതായത് 10 ലാക്ക് വരെ 7.5%, 10 ലാക്ക് മുതൽ 40 ലാക്ക് വരെ 10%, എബോവ് 40 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ 15% ആണ് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ഇയർ നോക്കണം. ബിഫോർ 1/9/2023 ആണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ബിലോ 10 ലാക്ക് 7.5%, 10 ലക്ഷം മുതൽ 25 ലാക്ക് വരെയുള്ള പോപ്പുലേഷൻ ഉള്ള സിറ്റി ആണ് എന്നുണ്ടെങ്കിൽ 10%, അതുപോലെ തന്നെ 25 ലക്ഷം മുതൽ 40 ലാക്ക് അതിന്റെ എബോ, 40 ലാക്കും അതിന് എബോ വരുന്ന പോപ്പുലേഷൻ ഉള്ള സിറ്റിയിലാണ് ഇതുപോലെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നത് എങ്കിൽ 15 ലക്ഷമാണ് 15% നമ്മളിവിടെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ശ്രദ്ധിക്കണം, ബിലോ 10 ലാക്ക് 7.5%, 10 ലാക്ക് ടു 25 ലാക്ക്, 10 ലാക്ക് മുതൽ 25 ലക്ഷം വരെ പോപ്പുലേഷൻ ഉള്ള സിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ 10%, 25 ലാക്ക് മുതൽ 40 ലാക്ക് അല്ലെങ്കിൽ 40 ലാക്കിന് എബോ ഉള്ള സിറ്റിയിലാണ്, ഈ പോപ്പുലേഷൻ ഉള്ള സിറ്റിയിലാണ് ഈ ഒരു റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നതെങ്കിൽ 15%, സാലറിയുടെ 15% ഇതിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഇനി ആഫ്റ്റർ 1/9/2023 അല്ലെ, അല്ലെങ്കിൽ അതായത് 1/9/2023 ശേഷമാണെങ്കിൽ, അതായത് ബിലോ 10 ലാക്ക് ആണെങ്കിൽ 5%, അതുപോലെ തന്നെ 10 ലാക്ക് ടു 15 ലാക്ക് വരെ 5%, അതുപോലെ തന്നെ 15 ലാക്ക് മുതൽ 25 ലാക്ക് വരെ 7.5%, 25 ലാക്ക് മുതൽ 40 ലാക്ക് വരെ 7.5% ഓഫ് സാലറി, ആൻഡ് എബോവ് 40 ലാക്ക് 10% ഓഫ് സാലറി. ഇങ്ങനെയാണ് ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് ഒരു എംപ്ലോയർ അൺഫർണിഷ്ഡ്, സ്വന്തം ഓണർഷിപ്പിലുള്ള അൺഫർണിഷ്ഡ് ഹൗസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ അങ്ങനെ പറയുന്നുണ്ട് അല്ലെ, 7.5% ഓഫ് സാലറി അല്ലെ, അതായത് എംപ്ലോയിയുടെ സാലറിയുടെ ഇത്ര പെർസെന്റേജ് ആണ് നമ്മൾ അതിന്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അവിടെ ഈ സാലറി എന്ന് പറയുമ്പോൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം നമ്മള്? ഇപ്പൊ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ബേസിക് പേയ്മെന്റ് അല്ലെ, ബേസിക് പേ, അതേപോലെ തന്നെ ഡിയർനെസ് അലവൻസ് എടുക്കുമ്പോൾ അത് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. ദെൻ എന്തെങ്കിലും ഫീസ്, ബോണസ്, കമ്മീഷൻ, അതുപോലെ തന്നെ ഓൾ അതർ ടാക്സബിൾ അലവൻസ്, അതേപോലെ തന്നെ എനി മോണിറ്ററി പേയ്മെന്റ്. ഓക്കെ, അതായത് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാലറി ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പൊ ഡി എ എടുക്കുമ്പോൾ ഡി എ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണോ എന്ന് നോക്കണം. അതേപോലെ തന്നെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള അലവൻസുകളൊന്നും സാലറിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല, ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ദെൻ എംപ്ലോയറുടെ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ അതൊന്നും ഈ സാലറിയിൽ ഉൾപ്പെടുത്തേണ്ട. അപ്പൊ ഇങ്ങനെയാണ് ഒരു
അതർ ദാൻ നോൺ ഗവൺമെന്റ് എംപ്ലോയിയുടെ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, ഓണർഷിപ്പ് സ്വന്തമായി, അതായത് എംപ്ലോയറിന്റെ സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നതെങ്കിൽ അപ്പൊ മാത്രമേ നമുക്ക് ഈ ഒരു കേസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് അതായത് റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അല്ലെ. അതായത് ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കിട്ടുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പഠിച്ചു അതില് ആ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഈ ഒരു എംപ്ലോയറിന്റെ സ്വന്തം ഓണർഷിപ്പിൽ ഉള്ളതാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ സിറ്റി പോപ്പുലേഷന്റെ ബേസ് അനുസരിച്ചിട്ടാണ് അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഈ ഓണർ ലീസിന് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ റെന്റിന് എടുത്തിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആണ് ഈ ഫ്രീ ആയിട്ട് ഈ ഒരു എംപ്ലോയിക്ക് നൽകുന്നത് എങ്കിൽ എങ്ങനെ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ആക്ച്വൽ ലീസ് റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. അതായത് നമ്മൾ പഠിച്ചത് ഈ എംപ്ലോയർ റെന്റിന് എടുത്തിട്ടുള്ള ഒരു ഹൗസ് അത് അയാളുടെ എംപ്ലോയിക്ക് റെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതൊരു ടാക്സബിൾ പെർക്യൂസൈറ്റ് ആണ്. സോ അതുകൊണ്ട് അതിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആ വാല്യൂവിനെ നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യണം, എംപ്ലോയിയുടെ ടാക്സബിൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ആക്ച്വൽ ലീസ് റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ എത്രയാണ് ആ റെന്റ് ഹൗസിന് പേയ്മെന്റ് നടത്തുന്നത്, റെന്റ് കൊടുക്കുന്നത്, ഓർ 15% ഓഫ് സാലറി, എംപ്ലോയിയുടെ 15% ഓഫ് സാലറി whichever is less. ഇത് രണ്ടും എടുക്കാം. അതായത് എംപ്ലോയർ എത്രയാണ് ആ അക്കോമഡേഷൻ ഫെസിലിറ്റിക്ക് റെന്റ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ എംപ്ലോയിയുടെ സാലറിയുടെ 15%. ഇതിൽ ഏറ്റവും അല്ലെങ്കിൽ whichever is less അതാണ് ആ ഒരു റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് അൺഫർണിഷ്ഡ് ആയിട്ടുള്ള റെന്റ് ഫ്രീ അക്കോമഡേഷൻ എംപ്ലോയർ സ്വന്തം ഓണർഷിപ്പിലുള്ള അക്കോമഡേഷൻ കൊടുത്താൽ എങ്ങനെ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് അല്ലെങ്കിൽ എംപ്ലോയർ ലീസ് അല്ലെങ്കിൽ റെന്റിന് എടുത്തിട്ടുള്ള ഒരു അക്കോമഡേഷൻ എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും എന്നാണ് അല്ലെ. ഇനി ഒരു ഫർണിഷ്ഡ് ഹൗസ് ആണ് എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിലോ, ആദ്യം നമ്മൾ ഗവൺമെന്റ് എംപ്ലോയിക്ക് കണ്ട പോലെ തന്നെ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓണർഷിപ്പിലുള്ള അക്കോമഡേഷൻ ആണ് എന്നുണ്ടെങ്കിൽ എംപ്ലോയറിന്റെ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ സിറ്റി പോപ്പുലേഷന്റെ ബേസിലും റെന്റിന്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഓർ 15% ഓഫ് സാലറി അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനെയാണ് അൺഫർണിഷ്ഡ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ള വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ഫർണിച്ചറിന്റെ വാല്യൂ ആഡ് ചെയ്യണം. ആ ഫർണിച്ചറിന്റെ വാല്യൂ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഈ ഫർണിച്ചർ ഈ എംപ്ലോയറുടെ സ്വന്തമാണെങ്കിൽ, സ്വന്തം ഓണർഷിപ്പിലുള്ള ഫർണിച്ചർ ആണെങ്കിൽ 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ, 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയിയുടെ കേസ് പോലെ തന്നെയാണ്. ഇനി ഈ ഫർണിച്ചർ എംപ്ലോയർ റെന്റിന് എടുത്തിട്ടുള്ള ഫർണിച്ചർ ആണ് ഈ എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ അല്ലെ. അതായത് ആദ്യം നമ്മൾ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ് കാണുന്നു, പ്ലസ് അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു, ഇതിന്റെ റെന്റ്, അതായത് എംപ്ലോയർ എത്രയാണ് ആ ഫർണിച്ചറിന് റെന്റ് കൊടുത്തത് അത് അതിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് അതർ ദാൻ എംപ്ലോയിയുടെ അൺഫർണിഷ്ഡ് ഹൗസിന്റെയും ഫർണിഷ്ഡ് ഹൗസിന്റെയും വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ഹോട്ടൽ അക്കോമഡേഷൻ ആണ് എംപ്ലോയിക്ക് നൽകുന്നതെങ്കിൽ അതിന്റെ പെർക്വിസൈറ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ പെർക്വിസൈറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 24% ഓഫ് ദി സാലറി, എംപ്ലോയിയുടെ സാലറിയുടെ 24% കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം ഈ സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിയ സാലറിയുടെ 24% കാൽക്കുലേറ്റ് ചെയ്യുക.
എന്നിട്ട് ഓർ ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ, അതായത് ഈ ഹോട്ടലിന്റെ റെന്റ് എംപ്ലോയർ എത്രയാണ് അടച്ചിട്ടുള്ളത് അത് നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. വിച്ച് എവർ ഈസ് ലെസ്, ഇതിൽ ഏറ്റവും ചെറുത് ഏതാണോ, ഈ രണ്ടെണ്ണത്തിലും ഏറ്റവും ചെറുത് ഏതാണോ അതാണ് ഈ ഹോട്ടൽ അക്കോമഡേഷന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹോട്ടൽ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾറെഡി ഫർണിഷ്ഡ് ആണ്. അപ്പൊ സെപ്പറേറ്റ് നമ്മൾ അതിന്റെ ഫർണിച്ചർ അല്ലെങ്കിൽ ഫർണിച്ചർ എക്സ്പെൻസുകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതുപോലെ ഹോട്ടൽ അക്കോമഡേഷൻ എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 24% ഓഫ് ദി സാലറി ഓർ ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. അപ്പൊ അത് രണ്ടും കമ്പയർ ചെയ്യുക, അതിൽ നിന്ന് ലീസ്റ്റ് എമൗണ്ട് എടുക്കുക, അതാണ് അതിന്റെ വാല്യൂ. ഇനി ചില കേസുകളിൽ ഈ ഒരു ഹോട്ടൽ അക്കോമഡേഷൻ ടാക്സ് ഫ്രീ ആവും. അതെങ്ങനെയാണ്, ഈ ഹോട്ടൽ അക്കോമഡേഷനിൽ എംപ്ലോയിക്ക് കൊടുക്കുമ്പോൾ അതൊരിക്കലും അതായത് 15 ദിവസത്തിനുള്ളിലേക്കുള്ള ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി ആണ് എംപ്ലോയിക്ക് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ വാല്യൂ നമ്മൾ കണക്കാക്കേണ്ടതില്ല. ദെൻ അതേപോലെ തന്നെ ഇപ്പൊ ഒരു എംപ്ലോയിനെ ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എംപ്ലോയിക്ക് ഹോട്ടൽ അക്കോമഡേഷൻ കൊടുക്കുന്നതെങ്കിലും അതിനും ടാക്സ്, അതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സബിൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇവിടെ 24% ഓഫ് ദി സാലറി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ആ സാലറി നമ്മൾ കണക്കാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എത്ര, അതായത് ഈ ഹോട്ടലിലുള്ള താമസം ചിലപ്പോ ഒരു 4 മാസോ 5 മാസോ അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലെ. എത്ര മാസത്തേക്കാണ് ഈ ഹോട്ടൽ അക്കോമഡേഷൻ കൊടുത്തത്, ആ മാസങ്ങളിൽ ഈ എംപ്ലോയിക്ക് എത്രയാണ് സാലറി കിട്ടിയത്, അതിന്റെ 24% ആണ് കാണേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് ഹോട്ടൽ അക്കോമഡേഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്താണ്, ഗവൺമെന്റ് എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലീസ് റെന്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ ലൈസൻസ് ഫീസ് ആണ്, സോറി ലീസ് റെന്റ് അല്ല, ലൈസൻസ് ഫീസ് ആണ് ഗവൺമെന്റ് എംപ്ലോയിയുടെ റെന്റ് ഫ്രീ അൺഫർണിഷ്ഡ് ആയിട്ടുള്ള എന്താണ് ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്, റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയറുടെ സ്വന്തം ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പെർക്വിസൈറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോപ്പുലേഷന്റെ ബേസിലാണ്. അല്ലെങ്കിൽ ലീസിനെടുത്ത റെന്റിനെടുത്തിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആണ് ഇങ്ങനെ എംപ്ലോയിക്ക് കൊടുക്കുന്നത് എങ്കിൽ 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ വിച്ച് എവർ ഈസ് ലെസ്, അതാണ് അതിന്റെ പെർക്വിസൈറ്റ് വാല്യൂ. ഹോട്ടൽ അക്കോമഡേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ 24% ഓഫ് ദി സാലറി ഓർ ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ വിച്ച് എവർ ഈസ് ലെസ്, അതാണ് ഇതിന്റെ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ്സ് എന്ന് അതിന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെന്റ് അല്ലെ. കൺസെഷണൽ റെന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു എംപ്ലോയിക്ക് കുറഞ്ഞ വാടകക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നതിനെയാണ് കൺസെഷണൽ റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതിനെയാണ് നമ്മൾ കൺസെഷണൽ റെന്റ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ ആദ്യം റെന്റ് ഫ്രീ അക്കോമഡേഷൻ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തത് അതുപോലെ തന്നെ കാൽക്കുലേഷൻ നടത്തുക, അതിന്റെ വാല്യൂ കാണുക. എന്നിട്ട് അതിൽ നിന്ന് എംപ്ലോയി എത്ര രൂപയുടെ റെന്റ് ആണോ കൊടുത്തത് അത് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കാം, ഇതിന്റെ ഒരു ഫോർമുല നോക്കി നോക്കൂ. വാല്യൂ ഓഫ് കൺസെഷണൽ റെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ ആദ്യം നിങ്ങൾ വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക മൈനസ് റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയി. ഇപ്പൊ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ദെൻ ഇപ്പൊ ഇവിടെ ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എംപ്ലോയി നമുക്കിപ്പോ ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തു, അതിന്റെ മാർക്കറ്റ് റെന്റ് എന്ന് പറയുന്നത് 5,000 ആണെന്ന് വിചാരിച്ചു. ആ എംപ്ലോയി ആ മാർക്കറ്റ് റെന്റ് ഫുൾ എമൗണ്ടും പേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്തായാലും കൺസെഷണൽ റെന്റ് എന്ന് പറയാൻ പറ്റൂലല്ലോ, അതൊരു പെർക്വിസൈറ്റ് അല്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, കുറഞ്ഞ റേറ്റിന് ഒരു അക്കോമഡേഷൻ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് കൺസെഷണൽ റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി നോക്കാം, ഇവിടെ അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയി അല്ലെ, ഒരു ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസെഷണൽ റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിൽ ആ എംപ്ലോയർ ഈ എംപ്ലോയിക്ക് കൺസെഷണൽ റേറ്റിലെ അക്കോമഡേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞത്, റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ
അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? പോപ്പുലേഷന്റെ ബേസിൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ എംപ്ലോയർ സ്വന്തം ഓണർഷിപ്പിലുള്ള അക്കോമഡേഷൻ ആണോ ഈ എംപ്ലോയിക്ക് കൊടുക്കുന്നത് എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പോപ്പുലേഷന്റെ ബേസിലാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്, ഈ 25 lakhിനേക്കാളും കൂടുതലാണ് പോപ്പുലേഷൻ എങ്കിൽ 15%, അതുപോലെ തന്നെ 10 to 25 lakhിന്റെ ഇടയിലാണ് പോപ്പുലേഷൻ വരുന്ന ഒരു സിറ്റിയിലാണ് ഈ ഒരു എംപ്ലോയിക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ സാലറിയുടെ 10% എടുക്കണമെന്നും, ഇനി അതുപോലെ തന്നെ 10 lakhിനേക്കാളും കുറവുള്ള പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റിയിലാണ് ഈ എംപ്ലോയിക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നതെങ്കിൽ അത് സാലറിയുടെ 7.5% എടുക്കണം എന്നൊക്കെ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതുപോലെ നിങ്ങൾ കാണുക, റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തത് അതുപോലെ കാണുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എംപ്ലോയി ഒരു ചെറിയ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് അല്ലെ, ആ എമൗണ്ട് കുറക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കൺസെഷണൽ റെന്റിന്റെ വാല്യൂ കിട്ടും. ഇനി ഇതുപോലെ തന്നെ ഒരു ഫർണിഷ്ഡ് ഹൗസ് ആണെങ്കിലോ? ഒരു ഫർണിഷ്ഡ് ഹൗസ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷനിൽ എങ്ങനെയാണ് ഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യം നമ്മൾ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു, പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ അല്ലെ? അതായത് ഫർണിച്ചർ ഈ ഓണർ സ്വന്തമായിട്ട് വാങ്ങിയതാണെങ്കിൽ അതിന്റെ കോസ്റ്റിന്റെ 10% എടുക്കുന്നു. ഇങ്ങനെയായിരുന്നു നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷനിൽ കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ കാണുക. ദെൻ എന്ത് ചെയ്യുന്നു? മൈനസ് റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയി. കാരണം എന്താണ്? ഇവിടെ തീർച്ചയായിട്ടും എംപ്ലോയി ഒരു ചെറിയ എമൗണ്ട് അടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടല്ല ഇവിടെ അക്കോമഡേഷൻ എംപ്ലോയർ കൊടുക്കുന്നത്. കുറഞ്ഞ റേറ്റിലാണ് ഈ എംപ്ലോയിക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും എംപ്ലോയി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരു സം എമൗണ്ട് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ എംപ്ലോയി എത്ര രൂപയാണോ പേ ചെയ്തിട്ടുള്ളത് അത് മൈനസ് ചെയ്യണം. ബാക്കിയുള്ളതാണ് എന്ത്? ടാക്സ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയർ ലീസിന് എടുത്തിട്ടുള്ള ഒരു ഹൗസ് ആണ് ഈ എംപ്ലോയിക്ക് ഇതുപോലെ കൺസെഷണൽ റേറ്റിൽ കൊടുക്കുന്നത് എങ്കിൽ എങ്ങനെയാ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലീസിനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു? ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഓർ 15% ഓഫ് ദി സാലറി വിച്ചെവർ ഈസ് ലെസ്. ഇങ്ങനെയായിരുന്നു റെന്റ് ഫ്രീ അക്കോമഡേഷനിൽ നമ്മൾ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അതുപോലെ കാൽക്കുലേഷൻ നടത്തുക. ദെൻ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുന്നു? റെന്റ് റിക്കവറബിൾ അല്ലെങ്കിൽ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയി മൈനസ് ചെയ്യാം. ദെൻ അടുത്തത്, ഇനി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലൈസൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഗവൺമെന്റ്. ലൈസൻസ് ഫീസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഗവൺമെന്റ് അല്ലെ? ഗവൺമെന്റ് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ലൈസൻസ് ഫീസ് എത്രയാണോ അതായിരുന്നു റെന്റ് ഫ്രീ അക്കോമഡേഷനിലെ ഒരു അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ. അങ്ങനെ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് എന്തു മൈനസ് ചെയ്യാം? റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയി. അപ്പൊ ഇവിടെ വ്യത്യാസം എന്തു മാത്രമേ ഉള്ളൂ? കൺസെഷണൽ റേറ്റിലെ എംപ്ലോയിക്ക് ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയി ഒരു സം എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ എമൗണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കൺസെഷണൽ റേറ്റിലെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തതിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഈ ഒരു ഭാഗത്ത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസെഷണൽ റെന്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെരി ഈസിയാണ്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കാം. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഇപ്പൊ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന കുറച്ച് ബെനിഫിറ്റ്സുകൾക്ക് ടാക്സ് കൊടുക്കണം. അപ്പൊ അതിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഓർ കൺസെഷണൽ ലോൺ ടു ആൻ എംപ്ലോയി അല്ലെ? അതായത് ഫ്രീ ആയിട്ട് എംപ്ലോയിക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുക, ലോൺ കൊടുക്കുക അല്ലെ? ഫ്രീ മീൻസ് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് എംപ്ലോയിക്ക് ലോൺ കൊടുക്കുന്നതിനെയാണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിൽ എംപ്ലോയിക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ എംപ്ലോയിക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ്
ഈ ഒരു ബെനിഫിറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് എന്തൊക്കെയാണ് അത് നമ്മൾ ഈ ഒരു പോയിന്റുമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തതാണ് ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എംപ്ലോയർ എംപ്ലോയിക്കായിരിക്കണം. ദെൻ രണ്ടാമത്തത് എന്താ പറയുന്നത്, അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് അല്ലെ, അതായത് ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ മക്കള്, മാതാപിതാക്കള്, അതായത് ദാറ്റ് മീൻസ് എംപ്ലോയിയുടെ പാരന്റ്സ്, വൈഫ്, ചിൽഡ്രൻസ്, ഇങ്ങനെയായിരിക്കണം. രണ്ടാമത്തത് എന്താ പറയുന്നത്, ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓരോ മാസത്തിന്റെയും മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എടുത്തിട്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 25,000 ലോണ് ഈ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ അതില് എത്രയാണ് ഓരോ മാസവും അതിലിപ്പോ 1000 രൂപ വെച്ചിട്ട് ഈ എംപ്ലോയി പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് അടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോ സെക്കൻഡ് മന്ത് എത്തിയപ്പോൾ ഇതിന്റെ വാല്യൂ എത്ര ഉണ്ടായിരിക്കും, 1000 രൂപ ഇങ്ങനെ അടച്ചു പോകുമ്പോൾ 24,000 ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് മന്തിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, 25,000 മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് മന്ത് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 1000 റുപ്പീസ് എംപ്ലോയർക്ക് അടക്കുന്നുണ്ട്. അപ്പൊ ഇനി സെക്കൻഡ് മന്തിൽ ഇവിടെ എത്ര ഉണ്ടായിരിക്കുള്ളൂ, 24,000 ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഈ 24,000 മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ തേർഡ് മന്ത് എത്തുമ്പോൾ എന്തായിരിക്കും, സെക്കൻഡ് മന്തിൽ 1000 രൂപ അടച്ചു, ദെൻ തേർഡ് മന്തിൽ ഇപ്പൊ 23,000 ആയിട്ടുണ്ടായിരിക്കും. ദെൻ 23,000 മുകളിലാണ് നമ്മൾ ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തത് നമ്മൾ നോക്കേണ്ടത് ടാക്സബിൾ വാല്യൂ. ഇതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ അതിന് നമ്മൾ നോക്കേണ്ടത് SBIയുടെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് നോക്കുക. അതായത് ഇപ്പോ ഈ എംപ്ലോയി SBI പോലെയുള്ള ബാങ്കുകളിൽ നിന്നാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അപ്പോ എത്ര രൂപയാണ് അയാൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത് എന്ന് നോക്കുക. അപ്പൊ സാധാരണ നമ്മൾ SBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, അത് എത്രയാണെന്ന് നോക്കുക. ദെൻ ഈ എംപ്ലോയർക്ക് ആക്ച്വലി ഇൻട്രസ്റ്റ് എത്രയാണ് പേ ചെയ്യുന്നത് എന്ന് നോക്കുക. ദെൻ അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് SBIന്റെ റേറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ഏപ്രിൽ, പ്രീവിയസ് ഇയറിലെ ഫസ്റ്റ് ഏപ്രിൽ SBI എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങുന്നത്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് ആണ് ലോൺ എമൗണ്ട്. എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ലോൺ എമൗണ്ട് 20,000 കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ അതുപോലെ തന്നെ റൂൾ 3A പറയുന്ന ഡിസീസസ് ട്രീറ്റ്മെന്റിന് റൂൾ 3A പറയുന്ന എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയർ എംപ്ലോയിക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ അതിനും ടാക്സ് കൊടുക്കണ്ട. അപ്പൊ ഈ 2 പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. നിങ്ങളുടെ ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറയുന്നത് ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ലോൺ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതില് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട് അല്ലെ, എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് 10,000 എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 6,000 രൂപ വാഷിംഗ് മെഷീൻ വാങ്ങാനും ഈ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. മൊത്തം എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ഈ എംപ്ലോയി എത്ര രൂപയുടെ ലോണാണ് എടുത്തത്, 16,000 രൂപയുടെ ലോണാണ് എടുത്തത്. ഇതിന് ടാക്സബിൾ വാല്യൂ ഉണ്ടോ, ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ₹20,000 ലോൺ എമൗണ്ട് കുറവാണ് എന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ടോട്ടൽ ലോൺ എമൗണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 16,000 ആണ്. സോ ഇതിന് ടാക്സ് കൊടുക്കണ്ട. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്ത ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഓക്കെ, അതിന് ഇയാൾ ഇൻട്രസ്റ്റ് വാങ്ങുന്നുണ്ട്. എത്ര രൂപയാണ്, എത്ര റേറ്റിലാണ് ഇൻട്രസ്റ്റ് വാങ്ങുന്നത്, 6.35% ഇൻട്രസ്റ്റ് വാങ്ങുന്നത്. 50,000 രൂപയുടെ ലോൺ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നു, അതിന് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എംപ്ലോയർ വാങ്ങുന്നത് 6.35% ആണ്. ഓക്കെ, SBI ആ പ്രീവിയസ് ഇയറിലെ SBI എത്രയാണ് അതിന് ഇൻട്രസ്റ്റ് വാങ്ങുന്നത്, 9.25% ആണ്. അപ്പൊ ഇയാൾക്ക് എത്ര രൂപയുടെ ബെനിഫിറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്, അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, 9.25 മൈനസ് 6.35 എത്ര രൂപയുടെ ബെനിഫിറ്റ് ആണ് കിട്ടിയത്, 2.90 ഇയാൾക്ക്
ഇൻട്രസ്റ്റ് റേറ്റിന്റെ ബെനിഫിറ്റ് കിട്ടി. കാരണം എന്താണ്, ഇയാൾ ഈ 50,000 രൂപയുടെ ലോണ് SBIയിൽ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വാങ്ങുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 9.25 ആണ്. ഇയാളുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് കൊണ്ടാണ് ഇയാൾക്ക് ഇത്രയും ചെറിയ എമൗണ്ടിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. സോ ഇയാൾക്ക് കിട്ടിയ ബെനിഫിറ്റ് എത്രയാണ്? 2.90% ഇൻട്രസ്റ്റ് ബെനിഫിറ്റ് ഈ എംപ്ലോയിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ടാക്സബിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? 50,000ന്റെ 6.35% കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് 50,000ന്റെ ടാക്സബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ആദ്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? 50,000ന്റെ 6.35% കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ